ഡിവൈഎഫ്ഐ മുതുകളം 14-ാം വാർഡിലെ ഇകെഎംഎം യൂണിറ്റ് അനുമോദന സമ്മേളനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ മുതുകുളം 14-ാം വാർഡിൽ ഇകെഎംഎം യൂണിറ്റ് അനുമോദന സമ്മേളനവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സമർത്ഥരായി പഠിക്കണം, സമൂഹത്തിന് മാതൃകയുള്ളവരായി മാറണം, സഹജീവികളോട് കരുണയുള്ളവരായി മാറണം, തെറ്റായ വഴികളിലൂടെ അധമമായ മാർഗങ്ങളിലൂടെ ഒന്നും സഞ്ചരിക്കാൻ പാടില്ല. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങളെ സമീപിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും. നാട്ടിലെ അരാജകത്വ പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, മയക്കുമരുന്ന് കച്ചവടക്കാർ, ലഹരി പദാർത്ഥങ്ങളുടെ വിപണനക്കാർ. ഒരാൾക്കും പിടികൊടുക്കാൻ പാടില്ല. അവർ കൊണ്ടുവരുന്ന ഒരു സാധനങ്ങളും വാങ്ങിക്കഴിക്കാൻ പാടില്ല. ഇന്ന് പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ അടുത്ത സമയത്താണ് ഒരു വാർത്ത നമ്മൾ ഞെട്ടലോടെ കേട്ടത്. 7-ാം ക്ലാസ്സുകാരൻ ഒരു പ്രദേശത്തെ MDMA-യുടെ മൊത്തക്കച്ചവടക്കാരനാണ്, ഹോൾസെയിൽ ഡീലറാണ്. 7-ാം ക്ലാസ്സുകാരൻ എങ്ങനെ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളെ ഇതിന്റെ കരിയറന്മാരായും ഡീലർമാരായും ഇത്തരം മാഫിയ സംഘങ്ങൾ മാറ്റുന്നു? അതിമാരകമായ രാസലഹരികളുടെ കച്ചവടക്കാരായി സ്കൂൾ വിദ്യാർത്ഥികൾ നമ്മുടെ സമൂഹത്തിൽ മാറുന്നു. അപ്പൊ തീർച്ചയായും ഇത്തരം അരാജക സംഘങ്ങൾക്കെതിരെ വലിയ ചെറുത്തുനിൽപ്പ് നമുക്ക് സംഘടിപ്പിക്കണം. യുദ്ധത്തെ കുറിച്ച് അതിനെ പൂർണ്ണമായിട്ടും എതിർക്കുന്ന, യുദ്ധം സർവ്വവിനാശമാണെന്ന് വിളിച്ചു പറയുന്ന ആളുകൾ സോഷ്യലിസ്റ്റ് ചേരിയിലുള്ള രാജ്യങ്ങളാണ് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇറാന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ യുദ്ധം നിർത്തണം, സാധാരണക്കാരെ കൊന്നൊടുക്കരുത് എന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ്. ഇന്നലെ രാവിലെയാണ് നമ്മുടെ പത്രങ്ങളിലൊക്കെ വരുന്നൊരു വാർത്ത. ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്ന 25 കുട്ടികളെ വെടിവെച്ച് കൊല്ലുന്നു. യുദ്ധത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദയയുമില്ലാതെ, യാതൊരു തരത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ ആളുകളെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമ്മുടെയൊക്കെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഒരു സമയത്തും ആ തരത്തിൽ ഇന്ത്യയോട് ചേർന്നിട്ടുള്ള ഒരു രാഷ്ട്രമേയല്ല. എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തള്ളി പറയുന്ന, നേരത്തെ നമ്മൾ പറയുന്ന ഈ കഥയുടെ ഐതിഹ്യം ഏതാണ്ട് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് ആളുകളെ കൊന്നൊടുക്കുന്ന രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ തലവന്മാർ ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ വിധിയുടെ ചരിത്രത്തിന്റെ വിപരീതമായിട്ടുള്ള കാഴ്ചയാണ്. വിപിൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ടി.ആർ. മനോജ് വിദ്യാഭ്യാസ അവാർഡുകളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഡിവൈഎഫ്ഐ കാർത്തികപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി PA അഖിൽ, ട്രഷറർ P. പ്രവീൺ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ എബി മാത്യു, G. മുരുകേഷ്, മേഖലാ സെക്രട്ടറി ലിജോ റിച്ചാർഡ്, മേഖലാ പ്രസിഡന്റ് S. സഞ്ജു, യൂണിറ്റ് സെക്രട്ടറി S. നീരജ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.